ഡാ, കാര്യങ്ങളൊന്നും റെഡിയാവുമെന്ന് തോന്നണില്ലടാ. എന്താടാ? കാർത്തിക വിളിച്ചിരുന്നു. ഇന്നും അവൾക്കൊരു പ്രപ്പോസൽ വരുന്നുണ്ട് അത്ര. അവൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. നീ എന്ത് പറഞ്ഞു? നിനക്കറിയാലോ എൻ്റെ അവസ്ഥയൊക്കെ. പിന്നെ ഞാനെന്ത് പറയാനാടാ? എടാ, നിനക്കിപ്പോൾ ജോബ് സെറ്റായല്ലോ, മറ്റൊന്ന് നീ പോവുകയും ചെയ്യും. ഒരു 2 ഇയർ അവൾക്ക് പിടിച്ച് പോകില്ലേ? എടാ, അവളെ അച്ഛനാകെ സീനാടാ. പിന്നെ ഞാൻ എന്ത് പറഞ്ഞിട്ട് അവളോട് വെയിറ്റ് ചെയ്യാൻ പറയുക? എൻ്റെ സിറ്റുവേഷൻസ് ആകെ പ്രോബ്ലംസാണ്. പിന്നെ അച്ഛനാണെങ്കിൽ ഇപ്പോൾ തീരെ വയ്യ. വീടിൻ്റെ റെൻറ്റ് കൊടുക്കാൻ ബാലൻസ് ഉള്ളതുകൊണ്ട് ഇന്നലെ കൂടെ ഹൗസ് ഓണർ വന്ന് പ്രശ്നം ഉണ്ടാക്കി. ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് എങ്ങനെയാടാ ഞാൻ അവളെ വിളിച്ചുകൊണ്ട് വരിക? ഡാ, ഇനി നീ എന്താ ചെയ്യാൻ പോകണം? എനിക്ക് നാളെ അവളെ എന്തായാലും ഒന്ന് കാണണം. കുറേ നേരമായാലോ പോയിട്ട്. എന്താ ഇത്രയധികം പ്രാർത്ഥിക്കാൻ? നമ്മുടെ കാര്യം തന്നെ. വേറെന്താ? നാളെ നീ ജോലിക്ക് പോവല്ലേ? അപ്പൊ എല്ലാം ശരിയാകണേന്ന്. ആ, പിന്നെ ഇന്നലെ വന്ന പ്രപ്പോസൽ എങ്ങനെയെങ്കിലും മുടങ്ങണേ ദൈവമേ എന്നും. അതെന്തേ? ആ ചെറുക്കൻ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? പിന്നെ ഞാൻ ആ ചെറുക്കന്റെ മുഖത്ത് പോലും നോക്കിയിട്ടില്ല. അപ്പോഴാ അല്ല മോനെ, ഞാനെന്താ അവനെ ഇഷ്ടപ്പെടണോ? പിന്നെന്താ വഴി? നിന്റെ വീട്ടുകാർക്ക് എന്നെ താല്പര്യമില്ല. ഒരു നല്ല ജോലി ഇല്ലാത്തതുകൊണ്ട് നിന്റെ അച്ഛനെ ഒട്ടും താല്പര്യമില്ല. എൻ്റെ വീട്ടിലെ അവസ്ഥ വളരെ മോശമായതുകൊണ്ടാണ് നിന്നെ വിളിച്ചിറക്കി കൊണ്ടുപോകാത്തത്. അച്ഛനാണെങ്കിൽ തീരെ വയ്യാണ്ടായി. എടാ, ഇപ്പൊ നിനക്ക് ജോലിയൊക്കെ ആയല്ലോ, നാളെ നീ പോവാണ്. പിന്നെന്താ? അതിന് ഞാനൊന്ന് സെറ്റാവാൻ സമയമെടുക്കും കാർത്തിക. അതുവരെ നിനക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുമോ? നിന്റെ തന്തപ്പടിയാണെങ്കിൽ എന്നും ഓരോ പ്രപ്പോസലായിട്ട് വരിക നിനക്ക്. പിന്നെ എന്ത് ചെയ്യാനാ? എന്നായാലും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാവും നിനക്കറിയില്ലേ? പിന്നെ എന്താ നീ ഇങ്ങനെ പറയുന്നേ? പാതി വഴിയിൽ പിരിയാനാണെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ സ്നേഹിച്ചേ? നിനക്ക് ധൈര്യമുണ്ടോ ഈ അവസ്ഥയിൽ എൻ്റെ കൂടെ ഇറങ്ങി വരാൻ? നിനക്ക് വേണ്ടി ഞാൻ എൻ്റെ വീട്ടുകാരെ വരെ മറക്കാം. നീ കരയാൻ വേണ്ടി പറഞ്ഞല്ലേ ഞാൻ. ടിക്കറ്റ് കൺഫേം ആയിട്ടുണ്ട്. നാളെ അതൊരു 10 മണിക്കാണ് ട്രെയിന്. പിന്നെ ഞാൻ സ്റ്റേഷനിൽ ഉണ്ടാവില്ല, നീ അവിടെ എത്തിയിട്ട് വിളിക്കണം. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എടാ, ഞാൻ പറഞ്ഞിട്ടൊന്നും നോക്ക് മനസ്സിലാവണില്ല. ഞാൻ അവിടെ മലപ്പുറം ഒഴിവാക്കാന്ന് വിചാരിച്ചിരിക്കണേ. കാർത്തിക, നിന്റെ അച്ഛനമ്മേനെ വീട്ടിറങ്ങി വരാൻ എനിക്ക് പറ്റില്ലല്ലോ. അതുപോലെ തന്നെയാണ് വേനു. ഇവൻ്റെ വീട്ടിലെ അവസ്ഥ നിന്നേക്കാൾ നന്നായിട്ട് എനിക്കറിയാം. കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അല്ലെങ്കിൽ ഒരു 2 കൊല്ലം നിങ്ങൾക്ക് പിടിച്ചേക്കാൻ പറ്റുമോ? അപ്പോഴേക്കും ഇവനൊന്നും സെറ്റാവും. അറിയില്ലടാ. അച്ഛൻ ഞാനും വരെ സ്റ്റേഷനിലേക്ക്.
എന്തു പറഞ്ഞിട്ടാ വീട്ടിൽ നിന്ന് ഇറങ്ങി? മായയുടെ വീട്ടിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. എടാ, അച്ഛൻ ലാസ്റ്റ് വന്ന പ്രപ്പോസലായിട്ട് മുന്നോട്ട് പോവാ. ഞാൻ ഇനി എന്താ ചെയ്യണ്ടേ? നമ്മളിനി കാണുമെന്ന് എനിക്കറിയില്ല. എങ്ങനെയായാലും നീ ലൈഫിൽ എപ്പോഴും ഹാപ്പി ആയിരിക്കണം കേട്ടോ. ഞാനും വരുന്നു കൂടെ. എന്താ നീ പറയുന്നേ? കാര്യങ്ങളൊക്കെ നിനക്ക് അറിയാവുന്നതല്ലേ? നീയില്ലാതെ തോമുഖനാദം രാതന്ത്രിയിൽ രാവിന്നിലായി മായില്ലെന്നേ തോമൗനരാഗം ഈ നേരവും ഈണങ്ങളായി അറിയാ കഥയായി വഴി പിരിയാനിനായി വിടരാതൊരു പദങ്ങളിൽ കൈ കോർക്കാതെ മായുമോ ഒന്നായില്ല എങ്കിലും വിജനതയിരുളാകെ വെയിൽ നാളങ്ങളാൽ നാളേക്കിതാ തെളിയുകയൊരു പുലരി കനവോരായിരം മായുന്നിതാ ഇരുവഴി പരിചിതമാ. ഞാൻ ആത്മാർത്ഥമായി വിശ്വസിച്ചവരൊക്കെ എന്നെ വിട്ടുപോയി. അതിൽ നിന്നും നീയെങ്കിലും മാറി നിൽക്കുമെന്ന് ഞാൻ കരുതി. ഇപ്പോൾ നീയും. ആരോ മറഞ്ഞിതുവഴിയേ തോരാത്തൊരീണം. അറിയാ കഥയായി വഴി പിരിയാനിനായി വിടരാ